വിവാദമായ PMC പദ്ധതി വീണ്ടും പരിഗണിക്കാൻ സംസ്ഥാന സർക്കാർ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭ PMCയിൽ വിശദമായ ചർച്ച നടത്തും. കേന്ദ്ര സർക്കാർ നിബന്ധനകൾ സംസ്ഥാന താൽപര്യത്തിന് തിരിച്ചടിയാകില്ല എന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ട്. നിലവിലെ വിദ്യാഭ്യാസ നയത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ആവശ്യമില്ല എന്നാണ് വകുപ്പ് സെക്രട്ടറി വിദ്യാഭ്യാസ മന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. PMCയോട് സഹകരിച്ചില്ലെങ്കിൽ മറ്റ് കേന്ദ്ര ഫണ്ടുകൾ ലഭിക്കാത്ത അവസ്ഥയുണ്ടാകുമെന്ന ആശങ്കയും സംസ്ഥാന സർക്കാരിനുണ്ട്. PMC പദ്ധതി നടപ്പാക്കുന്ന കാര്യത്തിൽ സർക്കാരിന് ഉറച്ച നിലപാടില്ലാത്തതിനെ വിമർശിച്ച് സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. PMC നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദം ശക്തമോ? ആദ്യ സ്രാപ്പ്. കേന്ദ്ര സമ്മർദ്ദം ശക്തമായതിനു പിന്നാലെയാണ് മന്ത്രിസഭ PM-ശ്രീ പദ്ധതി വീണ്ടും ചർച്ച ചെയ്യുന്നത്. PM-ശ്രീ പദ്ധതിയെ സംബന്ധിച്ച പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ട് മന്ത്രിസഭയ്ക്ക് കൈമാറിയിരുന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര നിബന്ധനകൾ സംസ്ഥാന താൽപര്യങ്ങൾക്ക് തിരിച്ചടിയാകില്ലെന്നാണ് റിപ്പോർട്ടിലുള്ളത്. നിലവിലെ വിദ്യാഭ്യാസ നയത്തിലും പാഠ്യപദ്ധതിയിലും അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ആവശ്യമില്ലെന്നും വിദ്യാഭ്യാസ വകുപ്പ് വിലയിരുത്തിയിട്ടുണ്ട്. PM-ശ്രീ പദ്ധതിയോട് സഹകരിച്ചില്ലെങ്കിൽ കേന്ദ്ര ഫണ്ടുകൾ ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാകുമെന്ന ആശങ്കയും വിദ്യാഭ്യാസ വകുപ്പ് പങ്കുവച്ചിട്ടുണ്ട്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമുള്ള PM-ശ്രീ ബോർഡ് സ്കൂളുകളിൽ സ്ഥാപിക്കേണ്ടി വരും. എന്നാൽ PM-ശ്രീയിൽ വ്യക്തത വരുത്താൻ മുഖ്യമന്ത്രി VD സതീശൻ ഇതുവരെ തയ്യാറായിട്ടില്ല. വിഷയത്തിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാനാവില്ലെന്ന നിലപാടിലാണ് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ പരിഗണിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്നും ഷംസുദ്ദീൻ വ്യക്തമാക്കി. PM-ശ്രീ പദ്ധതി നടപ്പാക്കരുതെന്നാവശ്യപ്പെട്ട് MSF രംഗത്തെത്തിയിട്ടുണ്ട്. അധികാരത്തിലെത്തിയാൽ PM-ശ്രീ പദ്ധതി നടപ്പാക്കില്ലെന്ന നിലപാടിൽ നിന്ന് UDF പിന്മാറുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. RDX റാപ്പ് ന്യൂസ് മലയാളം. പക്ഷേ അപ്പോൾ ഇതിനകത്ത് PMCയുടെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം PMC ഈ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകൾക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. എൻ്റെ ഒരു തോന്നൽ, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, UDF സർക്കാർ PMC ഒപ്പിടും എന്നാണ്. രാജ്യത്താകെ തന്നെ ഇപ്പോൾ തമിഴ്നാട് മാത്രമേ ഒപ്പിടാതെ ഉള്ളൂ. തമിഴ്നാട്, ബംഗാൾ, കേരളം എന്നിവരായിരുന്നു. ബംഗാൾ ഒപ്പിട്ട് കഴിഞ്ഞു, തമിഴ്നാട് റെസിസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. കേരളത്തിലാകപ്പാടെ കൺഫ്യൂഷനാണ്. കേരളത്തിൽ UDF സർക്കാർ ഒപ്പിടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹർഷൻ, എന്താ തോന്നുന്നത്? എനിക്ക് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെ ഒപ്പിടാതിരിക്കണമെങ്കിൽ എനിക്കത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഹിമാചൽ പ്രദേശിലും കർണാടകത്തിലും ഈ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി NDP ഒപ്പുവെച്ചത് ആരാണ്? കോൺഗ്രസ്സാണ്. നേരത്തെ കോൺഗ്രസ് ഈ പണി ചെയ്തിട്ടുണ്ട്, എല്ലായിടത്തും ഒപ്പുവെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒപ്പുവെക്കാൻ എന്താ ഇപ്പോൾ തടസ്സം? കോൺഗ്രസിന് എന്താണ് ഇവിടെ തടസ്സം? ഈ സംസ്ഥാനങ്ങളിലെല്ലാം ഈ പറഞ്ഞ, അതായത് PM-ശ്രീ നടപ്പാക്കിയാൽ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിലേക്ക് പോകേണ്ടി വരില്ലേ? അതുകൊണ്ട് ഒരു കാരണവശാലും ഒപ്പുവെച്ച് കൂടാ എന്ന് കേരളത്തിൽ ഇവരെല്ലാം കൂടെ സമരം ചെയ്യുകയും ബഹളം വെക്കുകയും ചെയ്തതാണ്. അന്നേ നമ്മൾ പറഞ്ഞതാണ്. അതായത് ഇത് ഇവിടെ പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? കാരണം കോൺഗ്രസ് നേരത്തെ തന്നെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഒപ്പുവെച്ച് കഴിഞ്ഞതാണ് പല സംസ്ഥാനങ്ങളിലും. അതായത് PM-ശ്രീ നടപ്പാക്കുന്നതിന് മുമ്പ്, PM-ശ്രീക്ക് മുമ്പ് ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഒപ്പുവെച്ച കോൺഗ്രസിന് പിന്നെ PM-ശ്രീ ഒപ്പുവെക്കുന്നതിന് എന്താണ് തടസ്സം? എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല കാര്യത്തിൽ. അപ്പോൾ എന്താണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച സമീപനം? കേരളത്തോടും സമീകരിച്ച സ്വീകരണം എന്താണ്? സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ ഭാഗമായിട്ട് കേരളത്തിലുള്ള SSK ഫണ്ട് തടഞ്ഞു വയ്ക്കുക എന്നുള്ളതാണ് കേന്ദ്രം സ്വീകരിച്ച സമീപനം. അത് തരേണ്ടതാണ്. അത് സത്യത്തിൽ നിയമവിരുദ്ധമായ, മര്യാദയില്ലാത്ത ഒരു സമീപനമാണ് എന്ന് തന്നെ വിമർശിക്കപ്പെട്ടതാണ് ആ സമയത്ത്. അപ്പോൾ അത് ശരിയല്ല. കാരണം കേരളത്തിന് തരേണ്ട ഫണ്ടാണ്, അത് വേറെ ഫണ്ടാണ്, PM-ശ്രീ അല്ലല്ലോ. മാത്രമല്ല, ഈ കേരളം എന്തായാലും ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഒപ്പുവെച്ചിട്ടില്ല, പദ്ധതിയുടെ ഭാഗമായിട്ടില്ല. അതല്ലാതെ തന്നെ PM-ശ്രീ എന്നുള്ളത് നടപ്പായാൽ PM-ശ്രീ നടപ്പാക്കുന്ന സ്കൂളുകളിൽ ഈ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കും എന്നുള്ളതാണല്ലോ പ്രശ്നം. അതിപ്പം നടപ്പാവുന്ന 47 സ്കൂളുകളെങ്ങാണ്ട് ഇവിടെയുണ്ട് കേരളത്തിൽ. 47 സ്കൂളുകളുണ്ട് ആ ഫണ്ട് ലഭിക്കുന്നത്. അത് ഈ പറയുന്ന കേന്ദ്രീയ വിദ്യാലയങ്ങളും നവോദയ വിദ്യാലയങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന സ്കൂളുകളാണ്. ബാക്കി സ്കൂളുകൾ വന്നാലും പരമാവധി ഈ പറയുന്ന 100-300 സ്കൂളുകൾക്ക് താഴെയുള്ള സ്കൂളുകളുടെ എണ്ണത്തിലാണ് 172 സ്കൂളുകളാണ്. അതന്നെ ഏതാണ്ട് ഇത് വരാൻ സാധ്യതയുള്ള സ്കൂളുകൾ. അത് ഈ 47 പ്ലസ് ഈ 172 സ്കൂളുകൾ, അങ്ങനെയാണ് അത് വരാൻ സാധ്യതയുള്ളത്. അതായത് ബാക്കി എല്ലാ ഫണ്ടും തടഞ്ഞു വയ്ക്കുക. ഇത് ഈ വിഷയത്തിൽ മാത്രമല്ലല്ലോ സംഭവിച്ചിട്ടുള്ളത്. ആരോഗ്യവകുപ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് കേന്ദ്ര ഫണ്ട് തടഞ്ഞു വയ്ക്കുന്ന സമീപനം.
ഇപ്പോൾ ഭവന നിർമ്മാണ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ലൈഫുമൊക്കെയായി ബന്ധപ്പെട്ട് അതിന് കേന്ദ്രത്തിൻ്റെ ഫണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതേ തർക്കങ്ങൾ ഉണ്ടായതാണ്. അപ്പോൾ കേന്ദ്രം സ്വീകരിക്കുന്ന സമീപനം, കേന്ദ്രത്തിൻ്റെ നയങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരുകൾ തയ്യാറായില്ലെങ്കിൽ പകരം മറ്റു പല ഫണ്ടുകളും തടഞ്ഞു വെച്ച് പ്രതികാരം വീട്ടുക. കേരളത്തെ പോലുള്ളൊരു സംസ്ഥാനത്തിന് അതിജീവിക്കുക വളരെ പ്രയാസമാണ്. തമിഴ്നാടിന് പറ്റും. ഇന്ത്യ മഹാരാജ്യത്ത് PM ശ്രീയിൽ ഒപ്പുവയ്ക്കാത്ത രണ്ട് സംസ്ഥാനങ്ങളേ ഉള്ളൂ. കേരളം ഒപ്പുവെച്ചു, എന്നിട്ടത് മരവിപ്പിച്ചു. ഒപ്പുവെച്ചിട്ടില്ലാത്തത് തമിഴ്നാട്. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പായ ഒരു സംഗതിയുടെ മേലാണ് ഈ ചർച്ച നടക്കുന്നത്. അപ്പോൾ എന്താ, അന്ന് ഇത് PM ശ്രീയിൽ ഒപ്പുവെച്ചതിന് ശേഷം അന്നത്തെ LDF സർക്കാർ പറഞ്ഞത് എന്താണ്? ഇതിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാലും നമുക്ക് ഈ പറയുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ രീതി ഇവിടെ പിന്തുടരേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ അതിന് പഴുതുകളുണ്ട്. അതിനെ മറികടക്കാൻ വേണ്ട സാധ്യതകൾ ഇവിടെയുണ്ട്. നമുക്കങ്ങനെ മറികടക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവർ പറഞ്ഞത്. പക്ഷേ അതിനെ ആ ഘട്ടത്തിൽ പ്രതിപക്ഷം മുഖവിലേക്ക് എടുത്തില്ല. അന്ന് സർക്കാർ ഒപ്പുവെച്ചപ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതെന്താണ്? ഘടകകക്ഷികളെ പോലും വിശ്വാസത്തിലെടുക്കാതെ അതീവ രഹസ്യമായി, എനിക്ക് തോന്നുന്നു അന്നത്തെ സാമ്പത്തിക പരാധീനതയൊക്കെ കൊണ്ടായിരിക്കാം, അതീവ രഹസ്യമായിട്ട് പോയിട്ട് ഡൽഹിയിൽ പോയി ഈ കാര്യത്തിൽ കൈകൊടുത്ത് ഒപ്പുവെച്ചിട്ട് വന്നത്. അത് മുഖ്യമന്ത്രിക്കും വി ശിവൻകുട്ടിക്കും മാത്രം അറിയാവുന്ന ഒരു സംഗതിയായിരുന്നു എന്നായിരുന്നല്ലോ പിന്നീട് വിമർശിക്കപ്പെട്ടത്. അത് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വത്തെ തന്നെ തകർക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമായിരുന്നു ആ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഭാഗത്തുനിന്ന്, അന്നത്തെ മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതങ്ങനെ തന്നെ വിമർശിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ കാര്യത്തിൽ CPI ഉന്നയിച്ച ആരോപണമൊക്കെ ശരിയുമാണ്. പക്ഷേ ഇപ്പുറത്ത് ഈ കോൺഗ്രസ് എന്തിനാണ് ഇതിനെ വിമർശിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അന്നും ചോദിച്ചത്. അന്ന് നമ്മളെ ഒത്തിരി പേര് ചീത്ത വിളിച്ചു. കാരണം നേരത്തെ ഒപ്പുവെച്ചിട്ടുള്ളതാണല്ലോ ഇതിലെല്ലാം. ഇതിലാകെ പ്രശ്നത്തിലാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ എവിടെയെങ്കിലും ഒപ്പുവെച്ചപ്പോൾ അതിൻ്റെ കൂട്ടുകക്ഷി ആയിരുന്നില്ല മുസ്ലിം ലീഗ്. അപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു പ്രശ്നമുണ്ട്. അവരതിനാണ് ഏറ്റവും രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. ഒരു മര്യാദയില്ലാത്ത ഭാഷയിലാണ് PMA സലാം ആ സമയത്ത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ വിമർശിച്ചിട്ടുള്ളത്. വിമർശനമല്ല, അധിക്ഷേപം ഉണ്ടായി. അവസാനം ലീഗ് തന്നെ അത് തിരുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ അത്രയ്ക്ക് സഹിക്കാനാവാത്ത ഒരു സംഗതിയാണ് PM ശ്രീയിൽ ഒപ്പുവയ്ക്കുന്നത് എന്നുള്ള ഒരു സമീപനം ഇപ്പോൾ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികൾക്കിടയിൽ തന്നെയുണ്ട്. കോൺഗ്രസ് അതിനൊപ്പിച്ച് തന്നെയാണ് ആ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചത്. ഇനി ചില നേതാക്കന്മാരുടെ പേര് പറയാം. ഒന്ന് KC വേണുഗോപാൽ. KC വേണുഗോപാൽ ഒരു സംശയവുമില്ലാതെ പറഞ്ഞത് PM ശ്രീയിൽ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അത് കേരളം ഒപ്പിട്ടത് BJPയും CPMും തമ്മിലുള്ള ഡീലിൻ്റെ ഭാഗമായാണ് എന്ന് തന്നെയാണ് അദ്ദേഹം ഒരു തവണയല്ല പലതവണ അദ്ദേഹം KC വേണുഗോപാൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇതേ ആരോപണമാണ് PMA സലാം പറഞ്ഞിട്ടുള്ളത്. PK കുഞ്ഞാലിക്കുട്ടി കുറച്ച് മയപ്പെടുത്തിയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതെന്നുള്ളത് ഞാനിപ്പോഴും ഓർക്കുന്നു. അതെ, VD സതീശൻ ഇത് CPM ആയിട്ടുള്ള എന്താണ് കേന്ദ്രവും BJPയും CPMും തമ്മിലുള്ള ഡീൽ എന്ന നിലയ്ക്ക് തന്നെയാണ് ആരോപിച്ചത്. സണ്ണി ജോസഫ് ഒരു സംശയമില്ലാതെ ഇത് CPMും BJPയും തമ്മിലുള്ള ഡീലാണെന്ന് പറഞ്ഞു. ഇനി കോൺഗ്രസ് ഒപ്പുവെച്ചാൽ ഞാൻ ഉറപ്പായിട്ട് പറയും ഇത് കോൺഗ്രസും BJPയും തമ്മിലുള്ള ഡീലാണെന്ന് പറയാത്തല്ലേ. കാരണം അതാണ്, ഇതിൽ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡീലിൻ്റെ ഭാഗമാണ് എന്നല്ലേ അങ്ങനെയാണെങ്കിൽ ആരോപിക്കാൻ പറ്റുക. അപ്പോൾ ഈ പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ യുക്തിഭദ്രമായി കാര്യങ്ങളെ വിലയിരുത്തുകയോ വിമർശിക്കുകയോ ഒക്കെ ചെയ്തില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭരണത്തിലേറി കഴിയുമ്പോൾ അവർ കേരളത്തിൽ ചക്രം പോലെയാണല്ലോ, മാറിയും മറിഞ്ഞും ഭരിക്കും. അപ്പോൾ ഈ വിമർശനങ്ങളൊക്കെ ഏൽക്കേണ്ടി വരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്താണ് ഈ ഇദ്ദേഹത്തിന് എണ്ണം കെട്ടവൻ ഭരിക്കുമ്പോഴാണ് ഇവിടെ നിപ്പയും ഒക്കെ ഉണ്ടാകുന്നത്, കോവിഡും ഒക്കെ ഉണ്ടാകുന്നത്. അതാണ് ഇപ്പോൾ അത് തിരിച്ചടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒന്ന് കഴിഞ്ഞ സർക്കാരിനെ വിമർശിക്കാൻ 100 കാരണങ്ങൾ വേറെ ഉണ്ടായിരുന്നു. ആ പല കാരണങ്ങളും നമ്മളൊക്കെ പലപ്പോഴും ചൂണ്ടിക്കാണിക്കുമ്പോൾ പോലും പ്രതിപക്ഷം വിമർശിച്ചിട്ടില്ല. അന്നത്തെ പ്രതിപക്ഷം ഈ സംവരണം അടക്കമുള്ള വിഷയങ്ങളിൽ ഒന്നും തൊട്ടിട്ടില്ല അവർ. പക്ഷേ ഈ എന്താണ് പരിഹസിച്ചും പുച്ഛിച്ചും കുറേ കാര്യങ്ങളങ്ങ് മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് കരുതിയിരുന്നു. ഒരു കോവിഡ് പോലൊരു മഹാമാരി വരുമ്പോൾ KM ഷാജിയുടെ പ്രസംഗം അങ്ങനെയല്ലായിരുന്നോ? ഇപ്പൊ മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ സത്യത്തിൽ KM ഷാജിയുടെയൊക്കെ ഈ നിപ്പ കാര്യത്തിലൊക്കെയുള്ള പ്രതികരണം ഇപ്പം ആരായേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിൽ വെറുതെ പുച്ഛിക്കുക, പരിഹസിക്കുക, അങ്ങനെ കയ്യടി നേടി പോവുക എന്നത് മാത്രമല്ല, യഥാർത്ഥത്തിൽ കുറച്ച് യുക്തിസഹമായി ഈ കാര്യങ്ങളെ കാണേണ്ടതുണ്ട് എന്നുള്ളത് ഉറപ്പിക്കുന്ന രണ്ടാമത്തെ സംഗതിയായിരിക്കും ഇപ്പോൾ. നിപ്പ വന്നു, ഇനിയിപ്പോൾ PM ശ്രീ ആയിരിക്കും. ഇതാണ് ഇപ്പോൾ PMC നടപ്പാക്കുന്നതിൻ്റെയാണല്ലോ ഹർഷൻ്റെ അഭിപ്രായം. ഇല്ലെങ്കിൽ ഞാൻ ഹർഷന് നടപ്പാക്കില്ല ഇവരെന്നായിരുന്നെങ്കിൽ എനിക്ക് 500 രൂപ ബെറ്റ് വെക്കാൻ പോലും ഞാൻ തയ്യാറായിരുന്നു. 500 അല്ല, 5 ലക്ഷത്തിന് ബെറ്റ് വെക്കാൻ പോലും ഉറപ്പുണ്ട്. പക്ഷേ എൻ്റെ 5 ലക്ഷം ഇല്ലാത്തതുകൊണ്ടാണ് 500 രൂപക്ക് ബെറ്റ് വെക്കാൻ ഞാൻ ഇപ്പോൾ റെഡിയാണ്. കാരണം ഇവർ ഉറപ്പായിട്ട് ഒപ്പിടാതെ വേറെ മാർഗ്ഗമില്ല. അതിൻ്റെ കാര്യങ്ങൾ ഹർഷൻ പറഞ്ഞു. പിന്നെ
സണ്ണി ജോസഫ് പറഞ്ഞു, കെ സി വേണുഗോപാൽ പറഞ്ഞു, വി ഡി സതീശൻ പറഞ്ഞു, PMA സലാം പറഞ്ഞു, എല്ലാവരും ഇവരുടെ ഡീലാണെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഇങ്ങനെ മാറ്റി പറയുന്നത് വെച്ചില്ലേ, അതിനുള്ള കാര്യം കെ മുരളീധരൻ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും രാഷ്ട്രീയ ജാഗ്രതയും ശേഷിയുള്ള ഒരാൾ ഇന്നലെ പറഞ്ഞല്ലോ ഈ നിപ്പയുടെ കാര്യത്തിൽ. അതായത് ഇത് കണ്ടോ അദ്ദേഹം പറഞ്ഞു, ഇത് കണ്ടോ, അപ്പോൾ ഗവൺമെൻറ് ഓഫ് കേരള ഇതിൻ്റെ ഭാഗമാണ് ഞാനിപ്പോൾ. കെ മുരളീധരൻ പ്രതിപക്ഷത്തിരുന്ന് പറഞ്ഞതിന് അത് വേറെ കാര്യമാണ് എന്ന് പറയാനുള്ള, അതായത് PMC ഒപ്പിടുമ്പോൾ N ശംസുദ്ദീനും മുഖ്യമന്ത്രി വി ഡി സതീശനും പറയാവുന്ന പോയിന്റ് നല്ല വൃത്തിക്ക് 2 വാചകങ്ങളിൽ കെ മുരളീധരൻ ഇന്നലെ പറഞ്ഞു. അത് ഇപ്പോൾ ഇത് കണ്ടോ, ഞങ്ങൾ ഗവൺമെൻറ് ഓഫ് കേരളയുടെ ആളുകളാണ്, അത് പ്രതിപക്ഷത്തിരുന്ന് പറഞ്ഞാണെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് മുങ്ങുക എന്നുള്ളതാണ്. ഇങ്ങനെ ഉൾട്ടാ പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവർക്ക് ചെയ്യാവുന്നൊരു കാര്യം. ഇപ്പോൾ PMC ഉറപ്പായിട്ടും അവർ ഒപ്പിടും, അക്കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ നടത്താൻ അവർ നോക്കുന്നത് ഇതിൻ്റെ കുറ്റമെടുത്തിട്ട് എങ്ങനെ മറ്റവന്മാരുടെ തലയിലിടാൻ പറ്റും. അത് മോദിജി അവർ കുടുക്ക് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നെഹ്റുവിനെ പിടിക്കുന്ന പോലെ. അല്ല, അത് N ശംസുദ്ദീൻ അതിനാണ് ശ്രമിച്ചത്. അദ്ദേഹം പറഞ്ഞില്ലേ 99.27 കോടി രൂപ അത് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ തവണ PMശ്രീയിൽ ഒപ്പിട്ട് PMശ്രീയുടെ ഫണ്ട് മേടിച്ചു എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു കളഞ്ഞു. സത്യത്തിൽ അതല്ല, PMശ്രീയുടെ ഫണ്ടല്ല, PMശ്രീ മരവിപ്പിച്ചു കഴിഞ്ഞു. അത് SSKയുടെ വേറെ ഒരു ഫണ്ടിന്റെ കേരളത്തിന് കിട്ടാനുള്ള തുകയുടെ ഒരു ഭാഗം കിട്ടി എന്നുള്ളതാണ്. അത് PMശ്രീയുടെ ഫണ്ടല്ല. അതൊക്കെ അതായത് ഈ വസ്തുതകളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ ഇവരുടെ ഇങ്ങനെ വ്യാജം കൊണ്ടുവെക്കുന്ന സാധനങ്ങളൊക്കെ പൊളിയുന്നവർക്കറിയാം. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കുറച്ചൊക്കെ വ്യാജം കൊടുത്ത് അതങ്ങ് ഓടിക്കൊള്ളും. പക്ഷേ ഇനി അത് പഴയ മട്ടിൽ വർക്ക് ചെയ്യില്ല. കാരണം ഇവരെ കൂടെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് ആളുകൾ വരും. ഇപ്പം തന്നെ നമ്മൾ നോക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെയൊക്കെ ചെറുപ്പക്കാർ PMC ഒപ്പിടരുത്, ഉറപ്പായിട്ടും ഒപ്പിടരുത്, ഞങ്ങൾ ഒപ്പിടില്ല എന്ന മട്ടിൽ ഇപ്പോഴും വീഡിയോ ഒക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്, അവർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നാളെ N ശംസുദ്ദീൻ ഒപ്പിട്ട് കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് വിതുമ്പും, ജമാഅത്തെ ഇസ്ലാമി പൊട്ടിക്കരയും. പക്ഷേ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. കോൺഗ്രസ് എല്ലായിടത്തും ഒപ്പിട്ടാണ്, കോൺഗ്രസിന് അങ്ങനെ പ്രശ്നമുണ്ടാകും. അടുത്ത വിഷയങ്ങളിലേക്ക് പോയിട്ട് കാര്യങ്ങളങ്ങ് പോയിക്കോളും എന്നവരെ വിചാരിക്കണം. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ PMC സർക്കാർ ഒപ്പിടുന്നതിനെതിരാണ് എന്ന് ചിലപ്പോൾ കേൾക്കുന്ന ആളുകൾ വിചാരിക്കും. അല്ല, ഹർഷൻ ഓർമ്മയുണ്ടല്ലോ, നമ്മൾ RDXന് ഞാൻ ആദ്യമേ പറഞ്ഞു ആ PMC ഒപ്പിടണം എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. ഈ CPIക്കാർ അനാവശ്യമായിട്ടുള്ള ഈ ഒരു വല്ലാത്ത തോതിലുള്ള ആദർശാത്മകത കൊണ്ടുവന്നിട്ട് ഈ കാര്യത്തെ ഇങ്ങനെ പ്രശ്നത്തിലാക്കരുതെന്ന് പറയുകയാണ് അന്ന് ഞാൻ ചെയ്തത്. പിന്നെ അതിനകത്ത് പിണറായി വിജയൻ ഞാനും എൻ്റെ ആളുകളും മതി എന്ന മട്ടിൽ അദ്ദേഹത്തിന് അപ്പോഴുണ്ടായിരുന്നൊരു വലിയ ആധികാരികമായ തോന്നലിൻ്റെ ഭാഗമായിട്ട് ശിവൻകുട്ടിയോട് പോയി ഒപ്പിട്ടോളൂ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും മാത്രം അറിഞ്ഞതുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമായ പ്രശ്നം, അതുകൊണ്ട് അതിൽ വിദ്വേഷം ദേഷ്യവും കാണിക്കാനും പ്രതിരോധിക്കാനും ഒക്കെയുള്ള നല്ല അവകാശം CPIക്കുണ്ട്. അതങ്ങനെ സ്വയം തീരുമാനിക്കേണ്ടല്ലോ ഇത്രയും നിർണായകമായൊരു കാര്യം. പിണറായി വിജയൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചിട്ട് അങ്ങനെ എല്ലാ പ്രചണ്ഡമായ കാലത്തോളം പിണറായി വിജയൻ കേരളം ഭരിക്കുന്ന അദ്ദേഹം വിചാരിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം ചെയ്യേണ്ടുന്ന കാര്യമായിരുന്നില്ല. അതിനോട് എതിർക്കാൻ CPIക്ക് സ്വാഭാവികമായിട്ടും അവകാശമുണ്ട്. പക്ഷേ CPI ഇതെന്തോരു അവരുടെ ആദർശം കൊണ്ട് ഇതിനെ ആകെ എതിർക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല എന്ന് ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു. PMC ഒപ്പിടേണ്ടി വരും, ഒപ്പിടണം എന്ന അഭിപ്രായമായിരുന്നു നമ്മൾ പറഞ്ഞത്. കാരണം ഇപ്പോൾ അതിനെതിരായിട്ട് നിയമ പോരാട്ടം നടത്തിയ ഒരു സംസ്ഥാനമേ ഉള്ളൂ, അത് തമിഴ്നാടാണ്. അവരിപ്പോഴും നിൽക്കുകയാണ്. തമിഴ്നാട് 2100 കോടിയോ മറ്റോ ഇത് കിട്ടാനുള്ളതിൽ നിയമ പോരാട്ടം വലുതായിട്ട് നടത്തിയിട്ട് അവർക്ക് ആകെ 700 കോടിയാണ് കിട്ടിയത്. അപ്പോൾ ഈ നിയമ പോരാട്ടം നടത്തിയാലും ഇതൊക്കെ നടക്കാനുള്ളൂ എന്ന് മനസ്സിലാവുന്ന സ്ഥിതിക്ക് PMC ഒപ്പിടുക, 170 സ്കൂളുകളിൽ ഈ പരിപാടികൾ നടക്കേണ്ടതായിട്ട് വരും. ഒപ്പിട്ട പണയം വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറഞ്ഞ് രാഷ്ട്രീയമായിട്ട് പ്രതിരോധിക്കണം. റെസിസ്റ്റൻസ് എന്നല്ലേ രാഹുൽ ഗാന്ധി പറയുന്നത്. അങ്ങനെ നടപ്പാക്കണമായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ നടപ്പാക്കില്ല, നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങൾ വിദ്യാഭ്യാസ നയമാക്കിയിട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആക്കിയിട്ട് ഈ നാട്ടിലെ കുട്ടികളിലും അടുത്ത തലമുറയിലേക്കും അടിച്ചേൽപ്പിക്കുകയാണ്, ഞങ്ങൾക്ക് അതിനോട് രാഷ്ട്രീയ എതിർപ്പുണ്ട്, ഈ നാട്ടിൽ അത് നടക്കില്ല എന്ന നിലപാട് അപ്പോൾ എടുക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ അന്നേരം നോക്കാം. പക്ഷേ അത് ഒപ്പിട്ടിട്ട് ആ പണം വാങ്ങാനുള്ള പണി ചെയ്യണം എന്ന് അന്നും ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ N ശംസുദ്ദീനോടും നമ്മുടെ അഭിപ്രായം എടുക്കുന്നില്ല. പക്ഷേ എന്നാലും ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കാനുള്ള ഇതുള്ളതുകൊണ്ട് നമ്മൾ പറയാണ് N ശംസുദ്ദീനോട് ഇത് ഒപ്പിട്ടോ വേഗം പോയിട്ട് എന്നാണ് നമ്മൾ പറയേണ്ടത്. ലീഗുകാർ കുറച്ച് നേരം ഒന്ന് വിതുമ്പിക്കറിയോ, അവർ ഒതുങ്ങിക്കോളും. ലീഗ് അണികൾ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് അറിഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് തോന്നുന്നത്. കാരണം അവർ വിചാരിച്ചിരിക്കുന്നത് കോൺഗ്രസ് സർക്കാർ വന്നാൽ ഉടനെ ഇതെല്ലാം നേരെ തിരിച്ചങ്ങ് ഇവരോട് പ്രതിരോധിച്ചുകൊണ്ട് ഒപ്പിടുകയൊന്നുമില്ല എന്നാണ്. പക്ഷേ ഒപ്പിടാനുള്ള സാഹചര്യമുണ്ട് എന്ന് അതേക്കുറിച്ച് പരിശോധിക്കുന്ന എല്ലാ ആളുകൾക്കും മനസ്സിലാവും. ഇപ്പോൾ വലിയ തോതിൽ ഇവരെന്തൊക്കെ പറഞ്ഞാലും BJP സർക്കാരിനോട് രാഷ്ട്രീയമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഈ ആളുകൾ. ഇടതുപക്ഷം CPM. അവർക്ക് മറ്റേതെങ്കിലും സംസ്ഥാനത്തെ കാര്യങ്ങളൊന്നും നോക്കേണ്ടതില്ല, കേരളം മാത്രമേ ഉള്ളൂ. പക്ഷേ അവർ പോലും ഈ പണം വാങ്ങാൻ ഒപ്പിടുകയല്ലാതെ മറ്റ് നിർവാഹമില്ല എന്നതിലേക്ക് എത്തിയൊരു സംഭവമാണ് PMC. അപ്പോൾ അതിലേക്ക് ഒപ്പിടേണ്ടതായിട്ട് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ മുസ്ലിം ലീഗുകാരും എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിൻ്റെ കുഞ്ഞാലിക്കുട്ടിയെ പോലെ കാര്യങ്ങൾ അറിയാവുന്ന, ഈ ഭരണ സംവിധാനം കറക്കിയിട്ട് ഒരു സമവായത്തിലൊക്കെ പോകണം എന്നറിയാവുന്ന നേതാക്കൾക്കൊഴികെ ഈ മുസ്ലിം ലീഗുകാരും കേരളത്തിലെ ഏറ്റവും വലിയ വിപ്ലവകാരിയുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാരും ഒഴികെ ബാക്കിയുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കോൺഗ്രസ് സർക്കാർ വന്നാൽ ഉടനെ ഇതുപോലൊരു സംവിധാനത്തിൽ അവർ ഹർഷനിപ്പോൾ പറഞ്ഞ പോലെ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കിയൊരു കാര്യം ഇവിടെ മാത്രം വി ഡി സതീശൻ സർക്കാർ നടപ്പാക്കില്ല, ഒപ്പിടില്ല എന്ന് ഇവരെങ്ങനെയാണ് വിചാരിക്കുക? അപ്പോൾ അതിൽ
കഴിഞ്ഞ തവണ ശിവൻകുട്ടി എന്താ പറഞ്ഞ് 1466 കോടി രൂപ കിട്ടാനുണ്ട്. അതെന്തിന് പാഴാക്കി കളയണം? അത് വാങ്ങി കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്താം. കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിനെതിരായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. എന്ന് മാത്രമല്ല, കൃഷി, ആരോഗ്യം, ഉന്നത വിദ്യാഭ്യാസ വകുപ്പൊക്കെ കേന്ദ്ര ഫണ്ട് വാങ്ങുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ഇതിലിപ്പോൾ BJP-യുടേതായിട്ടുള്ളൊരു പ്രശ്നം അതിനകത്തുണ്ട്. അവർ ഇതിൻ്റെ കൂടെ NEP-യെ ചേർത്ത് വെച്ചിട്ട് ക്ലബ് ചെയ്തിരിക്കുകയാണ്. അത് ചെയ്താൽ മാത്രമേ ഇത് നടപ്പാക്കാൻ പറ്റൂ, ഇത്രയും തുക കിട്ടൂ. നിങ്ങൾക്ക് സാധാരണ കിട്ടാനുള്ള പണം, ഇതുകൊണ്ടല്ലാതെ കിട്ടാനുള്ള പണം നിങ്ങൾക്ക് കിട്ടാൻ പറ്റില്ല. പ്രധാനമന്ത്രിയുടെ പടം സ്കൂളിന് മുമ്പിൽ വെക്കണം. ഇവിടെ ആരുടെയും പടം അങ്ങനെ വെക്കാറുള്ളതല്ല. പിന്നെ ഇനിയൊന്നും സമീപകാലത്തൊന്നും അടുത്ത കാലത്തൊന്നും വെക്കില്ല എന്ന് തോന്നുന്നു. കാരണം വെച്ചതിൻ്റെ ഭാഗമായിട്ട് മീൻസ് സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് എന്തായാലും ഒരു സ്ഥലത്തും മുഖ്യമന്ത്രിയുടെയോ പ്രധാനമന്ത്രിയുടെ ഒന്നും ഫോട്ടോ ഇവിടെ വെക്കാറില്ല. അത് വേറൊരു തരം രാഷ്ട്രീയം നമ്മളിവിടെ നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് 12,000-ലധികം സ്കൂളുണ്ട്. അതിൽ 170 സ്കൂളുകളിൽ മാത്രമാണ് നടപ്പാക്കാൻ പറ്റുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, നമുക്കിത് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യമുള്ളത്, പിന്നെ ഇത് ഒപ്പിടേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. ഒപ്പിടുന്നതിനെ കേരളം ആകെപ്പാടെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങ് എതിർക്കണം എന്നൊന്നും വിചാരിക്കേണ്ടതില്ല. കാരണം അത് ഒപ്പിട്ടാലല്ലാതെ ആ പണം വാങ്ങിച്ചിട്ട് കുട്ടികൾക്ക് വേണ്ടി ചിലവാക്കാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ ഒപ്പിട്ടിട്ട് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ അവർക്ക് എതിർക്കേണ്ടുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കില്ലെങ്കിൽ, രാഷ്ട്രീയമായിട്ട് വിദ്യാഭ്യാസം എന്നുള്ളത് കേരളത്തിൻ്റെ സംസ്ഥാനത്തിന് നിലപാടെടുക്കാവുന്ന ഒരു സംഭവമാണ്. അതിനകത്ത് ഞങ്ങൾ നിലപാടെടുത്ത് ഞങ്ങൾ ഈ പരിപാടി നടത്താൻ അനുവദിക്കില്ല എന്ന് പറയുക, അതിനുള്ള വഴികൾ തേടുക. ഞാനീ പറയുന്ന പോലെ എളുപ്പമായിരിക്കില്ല, ഞാൻ ഒപ്പിട്ട ഉടനെ ഒരു പൈസയും കൊടുക്കില്ലായിരിക്കും. പക്ഷേ ആ തരത്തിലുള്ള രാഷ്ട്രീയമായിട്ട് നിലപാടെടുത്ത് മുന്നോട്ട് പോവുക എന്നതല്ലാതെ, എന്നിട്ട് ഇവർ നോക്കിക്കോട്ടെ, രാഷ്ട്രീയമാണല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒപ്പിട്ടതാണ്, ഇത് വി ശിവൻകുട്ടിയുടെയും അക്കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെയും കുഴപ്പമാണ് എന്ന് സ്ഥാപിക്കാനുള്ള രാഷ്ട്രീയ പോരാട്ടം ഇവരും പിന്നെ മുസ്ലിം ലീഗിൻ്റെ സൈബർ അണികളും ജമാഅത്തെ ഇസ്ലാമിയുടെ സൈബർ അണികളൊക്കെ കൂടി കോൺഗ്രസ്സുകാരെല്ലാം കൂടി ശ്രമിക്കട്ടെ, അതാ വഴിക്ക് നടന്നോട്ടെ, അത് രാഷ്ട്രീയം. പക്ഷേ ഒപ്പിടുന്നതിലൊന്നും ചമ്മലൊന്നും വിചാരിക്കണ്ട എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അഥവാ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ തിരിഞ്ഞത് ഇത് ഗവൺമെൻറ് ഓഫ് കേരള ഷംസുദ്ദീൻ, അത് പ്രതിപക്ഷത്തെ ഷംസുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് കെ മുരളീധരൻ്റെ പാത പിന്തുടരുക എന്നത് ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് മുന്നിലുണ്ട് എന്ന് നമ്മൾ കാണണം. ഒരു ഇടവേളയ്ക്ക് ശേഷം PMC വിവാദം കേരളത്തിൽ വീണ്ടും സജീവമാവുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ PMC പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്തെ വികസനവും നവീകരണവും സ്വാഗതാർഹമാണെങ്കിലും കേരളത്തിൻ്റെ താല്പര്യങ്ങളും വിദ്യാഭ്യാസ നയവും ബലി നൽകേണ്ടി വരുമോ എന്ന ആശങ്കയാണ് പ്രധാനമായും നിലനിൽക്കുന്നത്. പദ്ധതിയിൽ 40% പണം മുടക്കുന്നത് സംസ്ഥാനങ്ങളാണെങ്കിലും സ്കൂളുകളുടെ നടത്തിപ്പിലോ നയരൂപീകരണത്തിലോ സംസ്ഥാനങ്ങൾക്ക് സ്വതന്ത്രമായ അധികാരമുണ്ടാകില്ല. ഒരുപക്ഷേ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കേണ്ട ഘട്ടം വരികയും ചെയ്യും. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമുള്ള PM-ശ്രീ ബോർഡ് സ്കൂളുകളിൽ സ്ഥാപിക്കേണ്ടിയും വരും. കേരളം പോലെയൊരു സംസ്ഥാനത്ത് ഇതെല്ലാം വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് UDF-ന് ഒരു ധാരണയുണ്ട്. സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം മറികടക്കാനാണ് PM-ശ്രീയുമായി സഹകരിക്കുന്നതെങ്കിൽ അത് വിശദീകരിക്കാൻ UDF അധ്വാനിക്കേണ്ടി വരും എന്ന കാര്യത്തിലും തർക്കമില്ല. എന്നിരുന്നാലും PM-ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ UDF പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഉയർത്തിയ വിമർശനങ്ങൾ തിരിച്ചടിക്കും എന്ന കാര്യത്തിലും സംശയമില്ല. അതെങ്ങനെ അവർ മറികടക്കും എന്നതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും കൗതുകകരമായ കാര്യം.